ചാനൽ ചർച്ചകളിൽ ജ്യോതികുമാർ ചാമക്കാലയും സന്ദീപ് വാര്യരും തമ്മിലുള്ള ചർച്ചകൾ എപ്പോഴും വളരെ ഹോട്ട് ടോപ്പിക് ആവുന്നുണ്ട്. മാതൃഭൂമി ന്യൂസിന്റെ ഒരു പഴയ ചർച്ച ദിവീഷിന് ഓർമ്മയുണ്ടാകുന്നത് എടാ പോടാ വിളികളാൽ സമ്പന്നമായ ചർച്ച. ഇനിയിപ്പോൾ അത് വൈറലാവാൻ പോവാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഇനിയിപ്പോ ഇതുവരെ ഫൈറ്റ് ചെയ്തിരുന്ന സന്ദീപുമായിട്ട് വിഷമം പറയും. ഒരു എതിരാളി കുറഞ്ഞു പോയി എന്നുള്ളൊരു വിഷമമുണ്ട്. നല്ലൊരു എതിരാളിയായിരുന്നു സന്ദീപ്. തീർച്ചയായിട്ടും നന്നായി കാര്യങ്ങൾ പഠിക്കുകയും നന്നായി അവതരിപ്പിക്കുകയും വേണ്ടി വന്നാൽ എന്നെ പോലെ തന്നെ പരിചയപ്പെട്ട് സംസാരിക്കാനും ശേഷിയുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഒരു കോംബോ ആയിരുന്നു ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി. അതിപ്പോ ഇനിയിപ്പോ നിങ്ങൾ രണ്ടുപേരും ഒരേ നിലപാടെടുക്കുമ്പോൾ അത് അതിന്റെ ഒരു ശക്തി പോകും. അതാണ് ഒരു ഗോതയിൽ പരസ്പരം മല്ലടിച്ചുകൊണ്ടിരുന്നവർ ഒന്നിച്ചു നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് രാഷ്ട്രീയമായിട്ടല്ല, ഞങ്ങളുടെ ഒരു അവസരങ്ങളെ സംബന്ധിച്ച്. അതായത് നിങ്ങളെപ്പോലുള്ളവർക്ക് ഇത്തരത്തിൽ എന്താ പറയുന്നത് എരിവും പുളിയും നൽകിക്കൊണ്ടിരുന്നത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ തമ്മിലുള്ള ഒരു പക്ഷേ കേരളത്തിലെ മലയാളത്തിലെ ചാനലുകളിൽ ഏറ്റവും വൈറലായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഹോട്ടായിട്ടുള്ള ഇപ്പൊ ഒന്നുകൂടി വൈറലാവും. അതാകട്ടെ, അത് സ്വാഭാവികമാണല്ലോ അത്തരം കാര്യങ്ങളിൽ. ഏതായാലും സന്തോഷമുണ്ട്. ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ അദ്ദേഹം മടങ്ങിയെത്തി ഞങ്ങളോടൊപ്പം യാത്ര തുടരാൻ തീരുമാനിച്ചത് ഞങ്ങൾക്ക് ഏറെ സന്തോഷം. അപ്പോൾ പ്രേക്ഷകരെ, അയ്യപ്പനും കോശിയും ഒന്നാവുകയാണ് സുഹൃത്തുക്കളെ. എന്തായാലും ഇനി സന്ദീപ് വാര്യരുമായി ഫൈറ്റ് ഇല്ല എന്ന് ജ്യോതികുമാർ ചാമക്കാല പറയുന്നു. കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കളുമായി നിതാന്തമായി ചാനൽ ചർച്ചകളൊക്കെ നമ്മുടെയൊക്കെ ചർച്ചകൾ തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന നേതാവാണ് സന്ദീപ് വാര്യർ. സന്ദീപുമായിട്ട് ഇപ്പോൾ നമ്മൾ ഈ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിനകത്ത് സംസാരിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, വലിയ തിരക്കാണ്, വലിയ തിക്കും തിരക്കുമാണ്. സ്വാഭാവികമായി ഒരു UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ തിക്കും തിരക്കും ഒക്കെ ഇവിടെ ഉണ്ട്. എന്തായാലും സന്ദീപ് ഇപ്പോൾ ഈ VD സതീശനും K സുധാകരനും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഇരിക്കുന്ന ആ മുറിയിലാണ്. അദ്ദേഹം കൂടുതൽ മാധ്യമങ്ങളോട് സംസാരിച്ചു. അഭിലാഷാണ് ജ്യോതികുമാർ ചാമക്കാലയുടെ പ്രതികരണം തേടിയത്. വളരെ രസകരമായ ഒരു സാഹചര്യം കൂടിയാണ്. കാരണം ഇന്നലെ വരെ പരസ്പരം ടെലിവിഷൻ സ്ക്രീനിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം, യുദ്ധം നടത്തിയിരുന്ന ആളുകൾ ഇനി ഒരേ വേദിയിൽ ഇരിക്കും. ഇനി അവർക്ക് പരസ്പരം തമ്മിലടിക്കാൻ കഴിയില്ല. ഇനി ഒരേ ആശയത്തിനും ഒരേ വാദത്തിനും വേണ്ടി അവർ ഒരുമിച്ച് ശബ്ദിക്കാനുള്ള സാഹചര്യമാണ്. ഇനിയിപ്പോൾ ട്രോളുകളുടെ ഒരു കാര്യമാണ്. ഈ സോഷ്യൽ മീഡിയ നോക്കിയാൽ അറിയാം, ഇനി സന്ദീപ് വാര്യർക്കെതിരായ പ്രചാരണങ്ങൾ, സന്ദീപ് വാര്യരെ അനുകൂലിച്ചുള്ള പ്രചാരണങ്ങൾ, സന്ദീപ് വാര്യർ കോൺഗ്രസിന് എതിരെ എടുത്ത ശക്തമായ നിലപാടുകൾ, ചാനൽ ചർച്ചകളിൽ എടുത്ത നിലപാടുകളൊക്കെ ഇനി ഇങ്ങനെ നിമിഷത്തിൽ 1000 എന്ന വണ്ണം പ്രചരിച്ചു തുടങ്ങും. അത് സ്വാഭാവികമാണ്. ട്രോൾ കാലമാണ്. അതുകൊണ്ട് ട്രോൾ ഉണ്ടാക്കുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവം തന്നെ സന്ദീപ് വാര്യർ ഈ പാർട്ടി മാറ്റത്തിലൂടെ നൽകിയിരിക്കുന്നു എന്ന് കൂടി പറയാം. അത് തമാശയായിട്ടും ആക്ഷേപഹാസ്യമായിട്ടും ഒക്കെ എടുക്കാം. അതിനെ മുറിപ്പെടുത്തുന്ന രീതിയിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്ന 4 ദിവസം മാത്രമാണ് ഉള്ളത്. പാലക്കാട്ടെ ആ മണ്ഡലത്തിലെ ജനങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ സത്യത്തിൽ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പാലക്കാട് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച നിമിഷം മുതൽ തുടങ്ങിയതാണ്. ആദ്യം തുടങ്ങുന്നു. ആദ്യം ഏറ്റവും വലിയ മൈലേജ് എടുത്തുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ പ്രഖ്യാപിക്കുന്നു. അവർ പ്രചാരണ പരിപാടിയിലേക്ക് കടക്കുന്നു. ഉടനാണ് വമ്പൻ ബോംബുമായി സരിനെത്തുന്നത്. രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയതിലുള്ള എതിർപ്പ് അറിയിക്കുന്നു. പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ മിനിറ്റ് വെച്ച് മണിക്കൂർ വെച്ച് പി സരിൻ ഇടതുപാളയത്തിലേക്ക് എത്തുന്നു. അവിടുത്തെ സ്ഥാനാർത്ഥിയായി മാറുന്നു. പിന്നെ അങ്ങോട്ട് എന്തൊക്കെ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ, മറു ആരോപണങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഒരു ട്രോളി ബാഗ് വിവാദം കണ്ടു, സ്പിരിറ്റ് വിവാദം കണ്ടു. അവസാനം വ്യാജ വോട്ടും കള്ളവോട്ടും സരിനും ഭാര്യ സൗമ്യയും ഒക്കെ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്ന സ്ഥിതി. അങ്ങനെ സംഭവ ബഹുലമായ ഒരു തിരഞ്ഞെടുപ്പ് കാലമാണ് പാലക്കാട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ ഏറ്റവും ഒടുവിലത്തെ ഒരു വമ്പൻ ബോംബായി മാറിയിരിക്കുന്നു സന്ദീപ് വാര്യരുടെ ഈ കോൺഗ്രസ് പ്രവേശനം. അത് BJPയുടെ സാധ്യതകളെ ബാധിക്കുന്നതാണോ, കോൺഗ്രസിന്റെ സാധ്യതകളെ കൂടുതൽ ഉയർത്തുന്നതാണോ എന്നൊക്കെ പാലക്കാട്ടെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നമ്മളൊന്നും അതിൽ ഉത്തരം പറയാൻ ആളുകളെയല്ല. പക്ഷേ പലവിധ കണക്കുകൂട്ടലുകളും പാർട്ടി കേന്ദ്രങ്ങളിൽ നടക്കുകയും ചെയ്തു.